നമുക്കറിയാം റിയാസ് മൗലവി വധക്കേസിലെ വിധി കേരളത്തിലെ നീതി കാക്ഷിക്കുന്ന മുഴുവൻ മനുഷ്യരെയും വേദനിപ്പിക്കുന്നതാണ്. അത് കേരളീയ സമൂഹത്തിന് ഉൾക്കൊള്ളാനാവാത്തൊരു വിധിയാണ് അത് വന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ വിധിയിൽ, ആ കേസിൽ അത്തരമൊരു വിധി വരാൻ കാരണം എന്താ? സാധാരണഗതിയിൽ കേസിന് പ്രതികൾക്ക് മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് പ്രോസിക്യൂഷനാണ്. ആ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ പോലീസാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പിണറായി വിജയനാണ്. അപ്പോൾ ഈ കേസിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ സഖാവ് പിണറായി വിജയൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. ആ പരാജയം സമൂഹവും കേരളീയ സമൂഹവും മൊത്തത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിലുള്ള വിഭ്രാന്തിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തോളം അതിനുവേണ്ടി മാത്രം പത്രസമ്മേളനം വിളിച്ച് 10 മണിവരെ കൃത്യമായി സംസാരിക്കാനുള്ള അവസരം ഉണ്ടായത്. കാരണം ഈ വിധി കേരള മനസാക്ഷിയെ നട്ടിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു തെറ്റായ സന്ദേശമല്ലേ പുറത്തു കൊടുക്കുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പോലീസ് സത്യസന്ധമായും ജാഗ്രതയോടുകൂടിയും അർപ്പണ മനോഭാവത്തോടുകൂടിയും പ്രവർത്തിച്ചു എന്നതാണ്. ആയിരിക്കാം മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവനയെ എതിർക്കുന്നില്ല. അർപ്പണ മനോഭാവത്തോടെയും സത്യസന്ധതയോടെയും ജാഗ്രതയോടെയും ശ്രീ പിണറായിയുടെ പോലീസ് പ്രവർത്തിച്ചു. എന്തിനാ? പ്രതികളെ വിട്ടയക്കാൻ അല്ലേ? ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രതികളെ വിട്ടയച്ചില്ലാന്ന് അവസാനിച്ചത്. അപ്പോൾ ഈ വിട്ടയക്കലിന്, ഈ കേസിൽ ഇത്രയും ഒരു വിധി വരുന്നതിന് പോലീസിന്റെ ഭാഗത്തു നിന്ന് നല്ല അർപ്പണ ബോധത്തോടുകൂടിയുള്ള പ്രവർത്തനം ഉണ്ടായി എന്നാണ് മുഖ്യമന്ത്രി സമ്മതിക്കുന്നത്. റിയാസ് മൗലവി അന്ന് രാത്രി 2017 അദ്ദേഹം ജോലി ചെയ്യുന്ന പള്ളിയുടെ റൂമിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പല്ലേ? കൊലപാതകൾ ഈ പ്രതികളാണ് എന്നുള്ള ഉറപ്പല്ലേ? ഈ പ്രതികളെ പോലീസ് പിടിച്ച് റിമാൻഡ് ചെയ്തു എന്നുള്ളത് ശരിയല്ലേ? ഈ പ്രതികൾക്കെതിരെ കുറ്റപത്രം കൊടുത്തു എന്നും ശരിയല്ലേ? പിന്നെ എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല? എന്തുകൊണ്ടാണ് ശിക്ഷിക്കാതെ പോയത്? ഇപ്പോൾ കൊല ചെയ്ത പ്രതികളെ ശിക്ഷിച്ചില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സത്യസന്ധമായും ജാഗ്രതയോടുകൂടിയും അർപ്പണബോധത്തോടുകൂടിയും പോലീസ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പ്രതികളല്ല എന്ന് കോടതി നിശ്ചയിച്ചു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? റിയാസ് മൗലവി കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണോ? ഇത്തരമൊരു വിധി ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിട്ട് വിധി ഉണ്ടായെങ്കിൽ റിയാസ് മൗലവി കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണോ? അതല്ല ഈ 3 പേരല്ല വേറെ ആരെങ്കിലും കൊന്നതാണോ? അവിടെ അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ പരാജയമല്ലേ യഥാർത്ഥ പ്രതികളെ പിടിക്കാതിരിക്കുന്നത്? അതാ ഇവരാണ് പ്രതികൾ എങ്കിൽ ഈ പ്രതികളെ കോടതിക്ക് ശിക്ഷിക്കാൻ ഉതകുന്ന രൂപത്തിൽ തെളിവുകൾ ഉണ്ടാക്കി കോടതിയിൽ സമർപ്പിച്ച് അതിൽ വിജയം നേടേണ്ടതല്ലേ? എങ്ങനെ വന്നാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അപാകത, തെറ്റ് ഒരു കാലത്തും ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല എന്നത് ഉറപ്പാണ്. ആസന്നമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ LDFും BJPയും തമ്മിലുള്ള അന്തർധാരയുടെ ഒരു ഭാഗമാണ് ഈ കേസിന്റെ ഗതി എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിൽ വല്ല തെറ്റുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. LDFും BJPയും തമ്മിലുള്ള അന്തർധാര കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടതിനേക്കാൾ പരസ്യമായി ഇത്തവണയുണ്ട്. ആ അന്തർധാരയുടെ ഒരു ഭാഗമാണ് ഈ കേസിൽ വന്ന വിധിയും അതിന്റെ ഗതികളും എന്ന് ഞങ്ങൾ പറയുന്നു. ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ ഞങ്ങൾ പറയുന്നു. അല്ലാതെ ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിന് ഈ ഒരു ഗതി വരാൻ പാടുണ്ടോ? ഒരു തെറ്റും ചെയ്യാത്ത, ഒരു പ്രകോപനം ഉണ്ടാക്കാത്ത, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്ന് നമ്മൾ സാധാരണ പറയുന്ന പോലെയുള്ള ഒരു പാവം മനുഷ്യൻ അർദ്ധരാത്രിയിൽ കിടന്നിറങ്ങുന്ന പരിശുദ്ധമായ പള്ളിയിൽ കയറി വെട്ടി കൊലപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ പ്രതികൾ നിസ്സാരമായി കേസിൽ നിന്ന് ഊരിപ്പോരുകയാണ്. ഇത് സഖാവ് പിണറായി ഭരിക്കുമ്പോൾ RSSകാർക്ക് മാത്രം കിട്ടുന്ന ഒരു സൗകര്യമാണ്. അതുകൊണ്ടാണ് ഇതിലുള്ള അന്തർധാര ഞങ്ങൾ സംശയിക്കുന്നതും ഉറപ്പിക്കുന്നതും. ഈ RSSന് മുൻപുള്ള
കേസുകൾക്കും ഈ സമാനമായത് ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ ആരോപിക്കുന്നത്. RSSന് ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ടെന്നോ? അല്ല, ഇത് RSSന്റെ പ്രതികൾക്ക് കിട്ടിയതല്ലേ ഈ പ്രിവിലേജ്? എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടില്ല? ഒരുപാട് 97 തെളിവുകൾ ഉണ്ടാക്കി, 87 സാക്ഷികളുണ്ടായി, DNA ടെസ്റ്റ് നടത്തി എന്നൊക്കെ പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ശിക്ഷിപ്പിക്കാൻ കഴിഞ്ഞില്ല? ഏറ്റവും പ്രഗത്ഭനായ പ്രോസിക്യൂട്ടറെ നിയമിച്ചു എന്നൊക്കെ മുഖ്യമന്ത്രി ഇന്ന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാ? പ്രതികളെ നിസ്സാരമായി വിട്ടയക്കാനാണ്. ഇവിടെ മാത്രമല്ല, ഈ കേസ് നടത്തിപ്പിലെ ഗവൺമെന്റിന്റെ പക്ഷപാതിത്വം, വിവേചനം ആലപ്പുഴ കേസിൽ നമ്മൾ കണ്ടതല്ലേ? ആലപ്പുഴ കേസിൽ അഡ്വക്കേറ്റ് ഷാൻ കൊല ചെയ്യപ്പെട്ടു. ആ ഷാൻ കൊല ചെയ്യപ്പെട്ടതിന്റെ പിറ്റേന്നാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെടുന്നത്. 2 കൊലകളും തെറ്റാണ്. മനുഷ്യന്റെ ജീവനെടുക്കാൻ മറ്റൊരു മനുഷ്യന് അവകാശമൊന്നുമില്ല. രാഷ്ട്രീയത്തിന്റെ പേരിലായാലും മതത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും മനുഷ്യന്റെ ജീവനെടുക്കാനോ അവനെ ആക്രമിക്കാനോ ഒരാൾക്കും അവകാശമില്ല. മുസ്ലിം ലീഗ് ശക്തമായി എതിർക്കുന്നു, ആരായിരുന്നാൽ. പക്ഷെ അഡ്വക്കേറ്റ് ഷാൻ കൊല ചെയ്യപ്പെട്ടതിന്റെ പ്രതികാരമാണ് പിറ്റേന്നുണ്ടായ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ മരണം എന്ന് പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ രഞ്ജിത്ത് ശ്രീനിവാസന്റെ മരണത്തിലെ പ്രതികളെ എത്ര വേഗം കണ്ടെത്തി, എത്ര വേഗം അറസ്റ്റ് ചെയ്തു, 90 ദിവസത്തിന് മുമ്പ് തന്നെ ചാർജ് ഷീറ്റ് കൊടുത്തതുകൊണ്ട് ആ പ്രതികൾക്ക് ജാമ്യം പോലും കിട്ടിയില്ല. എന്നിട്ട് അതിൽപ്പെട്ട 15 പ്രതികളെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. മാക്സിമം പണിഷ്മെന്റാ 15 പ്രതികൾക്കും കോടതി കൊടുത്തു. എത്ര വേഗം വിധി വന്നത്? അതിന്റെ തലേ ദിവസം ഉണ്ടായ കൊലക്കേസുണ്ട് അഡ്വക്കേറ്റ് ഷാന്റെ. അതിലെ പ്രതികളെ മുഴുവൻ പിടിച്ചിട്ടില്ല, അതിലെ അന്വേഷണം തീർന്നിട്ടില്ല, അതിന്റെ വിചാരണ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഈ 2 കൊലപാതകങ്ങളും നമ്മുടെ മുമ്പിലെ തെളിവുകളാണ്. 2ലും വിവേചനം, 2ലും പക്ഷപാതിത്വം. പോലീസിന്റെ ഇത് കോടതിയിൽ എത്തിക്കേണ്ട പോലീസല്ലേ? കോടതിയിൽ എത്തിക്കേണ്ട പ്രോസിക്യൂഷനല്ലേ? പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട പ്രോസിക്യൂഷനല്ലേ? ആ പ്രോസിക്യൂഷന് ആഭ്യന്തര വകുപ്പല്ലേ പ്രതിനിധാനം ചെയ്യുന്നത്? ആ പ്രോസിക്യൂഷനെയും പോലീസിനെയും ഞങ്ങൾ പറയുന്നത്. മറ്റൊന്ന്, ഇന്നലെ KT ജലീൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് താങ്കളും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം, എല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സർക്കാരിന്റെ സംവിധാനങ്ങളിലെ പ്രോസിക്യൂഷനും പോലീസൊക്കെ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞത്. പോലീസും പ്രോസിക്യൂഷനും ഒക്കെ നല്ല രീതിയിൽ സത്യസന്ധമായാണ് മുന്നോട്ട് പോയത് എന്നാണ് ജലീലും ശ്രീ പിണറായിയും പറഞ്ഞത്. ആ നല്ല രീതിയിൽ മുന്നോട്ട് പോയത് പ്രതികളെ വിട്ടയക്കാനാണെന്ന് മാത്രം. അതല്ലേ സംഭവിച്ചത്? നല്ല രീതിയിൽ മുന്നോട്ട് നമ്മളൊക്കെ പറയുന്ന നല്ല രീതിയിലാണെങ്കിൽ പ്രതികൾക്ക് മാക്സിമം പണിഷ്മെന്റ് കിട്ടണം. ഇത് ശ്രീ ജലീലും ശ്രീ പിണറായിയും പറഞ്ഞ രൂപത്തിലുള്ള നല്ലതായതുകൊണ്ടാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. ഒരു നിരപരാധിയെ കൊല ചെയ്തെടുത്ത് ഒരു ശിക്ഷ പോലും ഉണ്ടാകാത്തൊരു വിധി വന്നത്.